ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ പരമഹംസൻ ഈശ്വര ദർശനത്തെക്കുറിച്ച് പറയുന്നൊരു കഥയുണ്ട്. ഒരിക്കലൊരു മനുഷ്യൻ അർദ്ധരാത്രിയിൽ ഉറക്കത്തിൽ നിന്നും ഉണർന്നു. ഉറക്കം നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് പുകവലിക്കാനുള്ള ആഗ്രഹം തോന്നി. പക്ഷേ മേശപ്പുറത്ത് തീപ്പെട്ടിയെ കണ്ടില്ല. റാന്തൽ വെളിച്ചത്തിൽ മുറി മുഴുവൻ നോക്കിയെങ്കിലും തീപ്പെട്ടി കണ്ടെത്താൻ കഴിയാത്തതിനാൽ അദ്ദേഹം ആ റാന്തലുമെടുത്ത് ഇരുട്ടുള്ള രാത്രിയിൽ അയൽവക്കത്തുള്ള കുടിലിലെത്തി. അയൽക്കാരനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. പാതിരാത്രിയിൽ പുകവലിക്കാൻ തീ തപ്പിയിറങ്ങിയ അയൽക്കാരനെ കണ്ട് അദ്ദേഹം ചോദിച്ചു, താങ്കൾക്ക് വല്ല അസുഖവുമുണ്ടോ? താങ്കളുടെ കയ്യിൽ റാന്തൽ വിളക്കല്ലേ ഇരിക്കുന്നത്, അതിൽ നിന്ന് തീ കത്തിച്ചുകൂടെ? ഇത് കേട്ടപ്പോഴാണ് തന്റെ അബദ്ധം അദ്ദേഹത്തിന് മനസ്സിലായത്. പരമഹംസൻ പറയുന്നു, ഈശ്വരനെ തേടി ലോകം മുഴുവൻ അലയേണ്ട, ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട് എന്ന്. ഇന്ന് പലപ്പോഴും ദൈവത്തെ തേടി പല സ്ഥലങ്ങളിലും അലയുന്നവരാണ് മനുഷ്യർ. തീർത്ഥാടന കേന്ദ്രങ്ങളിലും ധ്യാന മന്ദിരങ്ങളിലുമെല്ലാം ഈശ്വരനെ തേടി അലയുമ്പോൾ നാം മറന്നു പോകുന്ന ഒന്നുണ്ട്. കൂടെ വസിക്കുന്നവനാണ് ദൈവം എന്ന സത്യം. യോസേഫിന് പ്രത്യക്ഷനാകുന്ന മാലാഖ ഇപ്രകാരം പറയുന്നു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കൂടെ വസിക്കുന്ന ദൈവത്തെയാണ് വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവരാണ് പലരും. കൂടെയിരിക്കുക എന്നാൽ ഒരു ആത്മബന്ധമാണ് വെളിപ്പെടുന്നത്. കൂടെ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ദൈവവുമായിട്ടിപ്പോൾ ആ ഒരു ആത്മബന്ധമില്ലാത്തത് കൊണ്ടാണ്. ദൈവവുമായുള്ള ആത്മബന്ധമില്ലാതെ എവിടെയെല്ലാം അലഞ്ഞാലും ദൈവത്തെ കണ്ടെത്താൻ കഴിയുകയില്ല. ആ ആത്മബന്ധമുണ്ടാകണമെങ്കിൽ ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിന്റെ മക്കളാവുന്ന തിരിച്ചറിയിൽ ജീവിക്കുവാൻ കഴിയണം. സ്വന്തം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കസ്തൂരിയുടെ സുഗന്ധം അന്വേഷിച്ച് നടക്കുന്ന കസ്തൂരിമാനെ പോലെ കൂടെ വസിക്കുന്ന ദൈവത്തെ അന്വേഷിച്ച് ലോകം മുഴുവൻ അലയുന്നവരാകാതെ കൂടെ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ സാധിക്കട്ടെ. ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ സാധിക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ.